എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിബിൻ, മലയാളം ബിഗ് ബോസ് സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇതിന്റെ അഡ്വക്കേറ്റ് സൂര്യ, ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരെയും വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായി. അത് ഒരു സാമൂഹികമായി പ്രശ്നം ഉള്ള ഒരു വിഷയമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അത് നിങ്ങളെല്ലാവരിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുത്തത് എൻ്റെ ലൈഫിൽ. എനിക്കൊക്കെ അറിയാം, മീഡിയ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ തയ്യാറായത്. ഒരു പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ, അതായത് ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു ഇറങ്ങിയതിനു ശേഷം. കുറച്ചധികം കാലമായിട്ട് അതിന്റെ പുറകെ നടന്നതിന്റെ പേരിൽ ആ പരാതി ഞങ്ങൾ 2 സ്ഥലത്ത് പരാതി കൊടുത്തിരുന്നു. ഒന്ന് തമിഴ്നാട് DGP ആ പരാതി കൈക്കൊണ്ടു അവിടുത്തെ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അത് എത്തി. ഇന്നലെ ആ പരാതി സ്വീകരിച്ചു. പരാതി നമ്പർ ജനറേറ്റ് ആയി. എന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് വിളിച്ചു അവര്. ഇന്നലെയാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പ്രസ് മീറ്റ് നമ്മൾ വിളിച്ചത്. നാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായി പോകുന്നു. അതുപോലെ നമ്മൾ കേരള DGPക്കും പരാതി കൊടുത്തു. അദ്ദേഹം ആ പരാതി സ്വീകരിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തുടരന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഈ പ്രസ് മീറ്റ് വിളിച്ച് ഈ കാര്യങ്ങൾ, അതായത് സീരിയസ് വയലേഷൻസ് അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം, നിങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തണം എന്നറിഞ്ഞുകൊണ്ട് ഇത് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. ഇപ്പൊ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ റെസീറ്റ് ആണ് ഈ കാണുന്നത്. ഈ പെറ്റീഷനിൽ ഞാനത് വായിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് അഗെയിൻസ്റ്റ് മലയാളം ബിഗ് ബോസ് സീസൺ 6 ഫോർ ക്രിമിനൽ കോൺസ്പിറസി, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, wrongful confinement, wrongful restraint, criminal intimidation, cheating and dishonesty, defamation, negligent act likely to spread infection or disease dangerous to life, criminal conspiracy, violation of medical ethics and concern, violation of Drugs and Cosmetic Act 1940. ഇത്രയും വയലേഷൻസ് ആണ് ഈ ഷോയ്ക്കെതിരെ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തതും അത് അക്സെപ്റ്റ് ചെയ്ത് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇത് നിങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത്. ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം. ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയതും ഈ പരാതി കൊടുക്കാൻ എന്റെ ലൈഫിൽ എന്ത് സാഹചര്യം ഉണ്ടായതെന്നും പറയാം. അത് നിങ്ങൾക്കറിയാം, ഇതൊരു എന്താ പറയാ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഷോയെ കുറിച്ച് ഒരു എന്റർടൈൻമെന്റ് ഷോയാണ്. അപ്പൊ ആ ഷോയിനകത്ത് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റീസ്, ഷോയുടെ ഇൻജസ്റ്റിസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഷോയിൽ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ ഇത് കൃത്യമായി ചോദ്യം ചെയ്തു. എന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഇവരെന്നെ അകത്തേക്ക് വിളിച്ച് ഇവരെന്നെ ആദ്യം ഫസ്റ്റ് വാണിംഗ് തന്നു. ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവര്. അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിച്ചത്. പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്തപ്പോൾ അവർക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റാതെ അവരെന്നെ ഒരു ത്രെറ്റനിങ് മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഇവിടുത്തെ കണ്ടസ്റ്റൻസുമായിട്ട് സിവിൽ ഡിസ്കസ് ചെയ്യരുത്, ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് എന്നെ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വാൺ ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് വിട്ടത്. ഒരു ശനിയാഴ്ചയാണ് ഈ വിഷയം ഉണ്ടായത്. അതിനുശേഷം എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു 24 മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നത് പോലെയല്ല, ആ ഷോയില് ഡേ ടൈമില് വെളിച്ചമുള്ളതുപോലെ തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രകാശത്തിലാണ്, അവിടെ ലൈറ്റിലാണ് ഉള്ളത്. ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. ആ സാഹചര്യത്തിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ ഏത് മുറിയിൽ ഞാൻ കിടന്നാലും കൃത്യമായി മുറികളിൽ കേടാൻ പാടില്ല എന്നുണ്ട്. പിന്നെ പൊതുവായിട്ടുള്ള ജനറൽ ഏരിയയിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇവിടെ ഉറങ്ങരുത്, അവിടെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് എന്നെ അവര് അതിൽ നിന്ന് വിലക്കിക്കൊണ്ടിരുന്നു. ഒരു 4 മണിയോടുകൂടിയാണ് എനിക്ക് ഉറക്കം കിട്ടിയത്. എന്നെ അറിയാം, 8 മണിക്ക് അവിടെ ഒരു അലാറം പോലത്തെ ഒരു പരിപാടി ഉണ്ട്. എണീറ്റ് പിന്നെ വീണ്ടും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെയാണ് ഇത് തുടങ്ങിയത്. ഫസ്റ്റ് വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നിഷേധിക്കുകയാണ് ഇവിടെ ഉണ്ടായത്, ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട്. അതിനുശേഷം ഞാൻ മാനസികമായി തളർന്നു. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ 24 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ 48 മണിക്കൂർ പ്രോപ്പർ സ്ലീപ്പ് അവിടെ അതിനകത്ത് കിട്ടില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കണ്ടസ്റ്റന്റിന് നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റ് ആയിട്ട് ഉപയോഗിച്ചു. അതായത് ഒരു മണിക്കൂറുകളോളം ആ കണ്ടസ്റ്റന്റിനെ അവിടെ
ഇവര് തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാറുണ്ട്, തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു, സ്ട്രക്ചർ കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട് എന്നെല്ലാം പറയുമ്പോഴും അവരൊരു എന്റെ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത്, എനിക്ക് സമയം അറിയില്ല. എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കണ്ടന്റ് ആയിട്ട് ഷൂട്ട് ചെയ്തു, ഞങ്ങളെ പുറത്താക്കി, കഥ കളച്ചു, ഈ പറയുന്ന ബ്ലൈൻഡ്സ് ഇട്ടു, വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് ഞങ്ങൾ ബാക്ക് ടു ബാക്ക് ഒരു കണ്ടന്റ് എടുത്തോണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ്. ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോ ക്ഷമിക്കണം, അയാളുടെ ഒരു മാനസികാവസ്ഥയ്ക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ്. പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇമോഷണലി ഒത്തിരി തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം, ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായിട്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം. അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു എന്ന് തന്നെ പറയാം. പേരെടുത്ത് എന്നെ നിങ്ങൾ സഹായിക്കണം, എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൺഫെഷൻ റൂം എന്നാണ് പറയുന്നത്, അവിടേക്ക് വിളിച്ച് എന്നോട് എന്നെ അവർ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞു, എനിക്ക് പുറത്ത് പോകണം. എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ, ഇവിടുത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസമില്ല. നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ്, നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ്, മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ്, ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ്, അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയായിരുന്നുണ്ടായിരുന്നത്, വീണ്ടും മാറ്റി. അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു, നിസ്സഹകരണം പ്രഖ്യാപിച്ചു. മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല. ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത്. അദ്ദേഹം മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ്. അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവര് പറഞ്ഞൊരു അറിവതാണ്. അപ്പൊ സാവന്ത് എന്ന് പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ, വ്യക്തമല്ലാത്തൊരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസെപ്റ്റ് തന്നെ പറയുകയാണ്, ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്തൊരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക്. അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു, എന്റെ സിബിന് ഉറങ്ങാത്ത പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല. അപ്പൊ അയാൾ എന്നോട് പറയാണ്, സിബിന് ഞാനൊരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട്, അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സൈക്യാട്രിക് ഡ്രഗ് ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല, ഞാൻ എടുക്കില്ല എന്നും വാശി പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞു, സിബിന് വിശ്രമം ആവശ്യമാണ്, സിബിൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് വിശ്രമിക്കാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അത് തന്നില്ല. പുറത്തു പോയ സമയത്ത് എന്നെ ഏഷ്യാനെറ്റിന്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ 3 അധികൃതർ, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 3 പേര് വന്ന് എന്നെ അവർ കണ്ടു. എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല, പുറത്തു പോകാൻ സാധിക്കില്ല, ഇത് അങ്ങനത്തെ ഒരു ഷോ അല്ല, അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ച് കയറുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിക്കൂ, അപ്പൊ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ സമ്മതിച്ചു, മരുന്ന് കഴിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി. ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിട്ട് ഇവരോട് ഇത് തന്നെ ആവശ്യപ്പെടുകയാണ്, എനിക്ക് പുറത്ത് പോകണം, എന്റെ ഉറക്കം ശരിയല്ല, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതായത് ഒരു മനുഷ്യന് 48 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ, ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവർ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ, ഒരു കാറിലേക്ക് എന്റെ കണ്ണ് കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോയിൽ നിന്നൊരു 10-15 മിനിറ്റ് ദൂരെയുള്ള ഒരു ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈനിൻ എന്നാണ്. ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത്. അത് യൂഷ്വലി ഇവരുടെ ഒരു പ്രൊസീജിയറാണ്, പ്രോട്ടോകോളാണ്. പുറത്ത് കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത്. അപ്പം നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല, അത് അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു 11:45 രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്നാണ് അവർ വിളിക്കുന്ന എന്റെ മോൾ ഷൈൻ്റെ ഒരു സ്റ്റാഫിന്റെ ഫോണിൽ വീഡിയോ കോളിൽ വരുന്നുണ്ടായിരുന്നു. ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം, ചെന്നൈ ഔട്ടറിലാണ് ഈ EVP സ്റ്റുഡിയോ ഇരിക്കുന്നത്. അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്.
ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയില് ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയയാണ്. ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്ക് ഔട്ടർ ആണ്, അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സാപ്പ് 3 പ്രാവശ്യം അയാളുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പായി. ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളിനോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നത്, അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്, പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവരെന്നോട് എടുത്തിട്ട് പറഞ്ഞു. അതായത് നിങ്ങൾ പുറത്ത് വിടില്ല, ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം, പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോയൊന്നും അല്ല ഇത്, ഞങ്ങൾ തീരുമാനിക്കും എപ്പോ പോകണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് അറിയാൻ പുറത്ത് പോകാൻ പറ്റില്ല, നിവൃത്തിയില്ല, ഇനി അകത്ത് തുടർന്നേ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ അകത്ത് തുടരാൻ സമ്മതിക്കുന്നു. അന്ന് രാത്രി അദ്ദേഹം പറയുന്നു, സെബിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ് എനിക്കൊരു ഗുളിക തന്നു, സ്ലീപ്പിംഗ് പിൽസ്. ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെയും 2 ഗുളികകൾ എനിക്ക് തന്നവര്, 2 ഗുളികകൾ. ഈ 2 ഗുളികയും ഞാൻ കഴിച്ചു. അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. എനിക്ക് എന്താ പറയാ, മൊത്തത്തിൽ ക്ഷീണിതനായി. വളരെ ക്ഷീണിതനായി ഞാൻ ആ കട്ടിൽ ഇരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങി പോവുകയും ചെയ്തു. ഞാൻ എണീക്കുന്നത് വൈകുന്നേര സമയമാണ്. സമയം അറിയില്ല, കാരണം അവിടെ ക്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ആ മുറിക്കകത്ത്. ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ എമർജൻസി കോൺടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു, എന്തിന് സിവിനെ പുറത്തേക്ക് കൊണ്ടുപോയി, എന്താണ് ആരോഗ്യ കാരണം, ഇവർ കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് പോലും ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല. ഒരു മനുഷ്യര് പോലും, എന്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെ അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ 2 ഗുളിക കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു. ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷനായിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ്, അക്യൂട്ട് സ്ട്രെസ്. എന്നിട്ട് ഈ 2 ഗുളികകൾ, അതിൽ ഒരു ഗുളികയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, രണ്ടാമത്തെ ഗുളിക ഞാൻ ഓർക്കുന്നു, ഒലാൻസപ്പൈൻ എന്നാണ് ആ ഗുളികയുടെ പേര്, ഒലാൻസപ്പൈൻ. ഈ ഒലാൻസപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഈ സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ, ഈ 2 അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം, ഞാനൊരു മെഡിക്കൽ വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം 6 മാസത്തെ കൺസൾട്ടേഷൻ വേണം, ഏറ്റവും മിനിമം. പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല. ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്യാട്രിയിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് സ്കീസോഫ്രീനിയ. ആ സ്കീസോഫ്രീനിയ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു. ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു, സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നു. തിരിച്ച് എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്, ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല. പുറത്തു പോകാൻ പറ്റില്ലെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായി കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു. മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പിക്കളയെയും സ്ഥലങ്ങളിലേക്ക് മാറ്റി. എന്റെ കൂടെയുള്ള അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഞാൻ കഴിക്കുന്നില്ല എന്നും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനെ കുറിച്ച് കൃത്യമായി എനിക്ക് ധാരണയില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് 3 ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും, പുറത്ത് ഒരു മനുഷ്യരോടും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ അവർ അകത്തേക്ക് ഇട്ട് എന്നെ ലോക്ക് ചെയ്യുകയും, അതൊരു സ്യൂട്ട് റൂമാണ്, അകത്തെ മുറിയിലിട്ട് എന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല, എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ 3 ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു. 4ാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ 3 വലിയ അധികൃതർ വരികയാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു. അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട്, സിബിനൊന്ന് ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഷോയിൽ കയറുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 4ാമത്തെ ദിവസം ഈ ഷോയുടെ 3 അധികൃതർ വന്ന് എന്നോട് പറയുകയാണ്, സിബിന് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല, സിബിന് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന്, പുറത്തു പോകുന്നതായിരിക്കും നല്ലത്, വിശ്രമിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ വെച്ച് ഈ 3 പേര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു. നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല, ഈ മരുന്ന് കഴിക്കണം, നിന്റെ അസുഖം അത്രയ്ക്കും, നീ അത് റിട്രൈവ് ചെയ്ത് വരണം, ഞങ്ങളുടെ ആഗ്രഹമാണ്. അങ്ങനെ
ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ 3 പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് മയക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി കോൺടാക്ട് ആയ എന്റെ ഒരു സുഹൃത്തും എന്നോട് സംസാരിക്കാൻ അനുവദിച്ചു. സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം, അതായത് എനിക്ക് അവസാനം മരുന്ന് ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ രോഗമാണ്, വയലന്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവര് എന്റെ വീട്ടിൽ കൊടുത്തത് എക്സാക്ട്ലി ഈ വാക്കാണ്. സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ അസുഖമാണ്, വയലന്റ് ആണ്, സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ സിബിനെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്, പുറത്തു വിടാൻ പറ്റില്ല, ഗുളിക കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പിറസി, എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം. നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ്. ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ്, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും. ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ മരുന്ന് നിങ്ങൾക്കറിയാം, ബിഗ് ബോസിലെ മരുന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സിപ്പ് കവറിലാണ്, സിബിന്ന് പേര് എഴുതിയിട്ട് ഒരു സിപ്പ് കവറിലാണ് ഈ മരുന്ന് തന്നത്. ഈ മരുന്നില് കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം. ഈ മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട്. ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും, ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ തന്നെ എന്റെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും. ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും. അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചത് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നത്. അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയാസ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിലർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. നിങ്ങൾ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ്, അല്ലാതെ സ്വയമേ വാക്കൗട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു. അതൊരു ത്രെറ്റ് കോൾ ആയിരുന്നു. അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല, കോൺട്രാക്ട് വയലേഷൻ ആണ്, സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്, സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും, സിബിനി വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും, അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത്. ആ വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. അതിന് ഒട്ടും അവിടെ വെച്ച് തന്നെ അത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. ഉണ്ടെങ്കിൽ നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. അത് വളരെ ക്ലാരിറ്റിയോടെ കോൺട്രാക്റ്റിലുള്ളതാണ്. അതിന് ചെയ്തത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെതായ രീതിയിലേക്ക് വലിയ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ എന്നോട് പ്രത്യേകം പറയാൻ ഒന്നുകൂടെ, വളരെ സെൻസിറ്റീവ് ആണ്. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ പാടില്ല കേട്ടോ. ഓക്കെ, നാളെ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാം. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഇതാണ് ഓഡിയോ. ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും, അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല, കാര്യം ഇതിന്റെ FIR രജിസ്റ്റർ ആയി FIRന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇമ്മീഡിയറ്റ്ലി. അതിന്റെ ആവശ്യമായിട്ട് നാളെ ഇത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക്. അത് കഴിയുമ്പോഴേക്കും FIR കോപ്പി കിട്ടും. അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ FIRന്റെ കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ടുണ്ടായിരിക്കും. ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ്. ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ, ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല. കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. ഞാനൊന്ന് കാണിക്കാം. ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് വരികയാണെങ്കിൽ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയക്കും. അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും.
അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും. കഴിയുന്ന കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രെറ്റനിങ് ഓഡിയോ മെസ്സേജസ് ആണ്. ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത്. കാര്യം ത്രെറ്റൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയ ഇപ്പൊ ഞാൻ ഇത് ലുലു മോളിൽ കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റാണ്, അത് വെച്ച് വരെ എന്നെ ത്രെറ്റൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ, നീ 100ാമത്തെ ദിവസം നീ എന്ത് പറയും, നീ എന്താണ് ചെയ്യാൻ പോകണം, നിനക്കൊരു ജീവിതമില്ലേ, അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക്. ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇവരുടെ വിളി നിന്നത്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റനിങ് കോൾസ് അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിനൊരു ജീവിതമില്ലേ, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കൂട്ടുകാർക്കുള്ള ത്രെറ്റ് ഇതാണ്, അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല, ഭീമമായ തുക അവനിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും. അങ്ങനെയുള്ള ത്രെറ്റനിങ്ങും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം, ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു, ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു. അതിന്റെ 50% ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. ഇതാണ് നിന്റെ പേയ്മെന്റ്, ഒരു തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം സിബിനെ അവിടെ നിർത്തി തരാം എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞ് ഞാനത് പറ്റില്ല, അത് അങ്ങനെ സാഹചര്യമില്ല, അതിന്റെ ആവശ്യമില്ല സാറെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഇവര് വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ കയറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഞാൻ എന്തായാലും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറി ഷോ കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റൻ കോൾസ് ഉണ്ട്. അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളില് പുള്ളി കൃത്യമായി പറയുന്നുണ്ട്, നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതായിരുന്നു ത്രെറ്റ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട, ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്കീസോഫ്രീനിയാണെന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വരെ ഇദ്ദേഹം എന്നെ ത്രെറ്റൻ കോൾ ചെയ്തിട്ടുണ്ട്. എന്നെ വീട്ടുകാരെ ഇദ്ദേഹം ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് വന്ന് അവസാനം നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന് നിയമോപദേശം കൃത്യമായി ലഭിച്ചു. അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത്പട്ട് സ്റ്റേഷൻ, അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ പരാതി അവർ സ്വീകരിച്ചില്ല. ആ SHO കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ എത്തി, ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ്, ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ SHO കാണാൻ വന്നത്. അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല, പരാതി എടുക്കില്ല. അപ്പം അദ്ദേഹം ഇതിന്റെ നിയമവശങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ DGPക്ക് പരാതി കൊടുത്തോന്ന് പറഞ്ഞു, ACPക്ക് പരാതി കൊടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി. അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ജീവ എന്നാണ്. ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈന്റെ ഒരു സ്റ്റാഫാണ്. ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ജീവയാണ് എന്നാണ് അയാളുടെ പേര്. അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ്. അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേറൊരു കള്ളം പറഞ്ഞു. ഇത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട്, നിങ്ങൾക്ക് ലോക്കൽ ത്രെറ്റ് ഉണ്ട്, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി. അടുത്ത ദിവസമാണ് ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തത്. DGP ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പുവരും. DGPക്ക് ഞങ്ങൾ തമിഴ്നാട് DGPക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റാണിത്. ആ പരാതിയിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന് നമ്പർ ആയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട്
ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറിറ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും. പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം മറ്റു രീതിയിൽ ഇവര് എഡിറ്റിംഗിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു. അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത്? ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത്? അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് കൊടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ പെരുമാറുന്നെന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിയമത്തിൽ വിശ്വാസമുണ്ട്. എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം, എല്ലാവരും അറിയണം. ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിന്? എന്റെ അച്ഛൻ വയ്യാതായി, അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവര് സമ്മതിച്ചില്ല. മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോടത് ചെയ്തില്ല അവര്. അങ്ങനെ ബാക്ക് ടു ബാക്ക് എന്നെ ഇവർ ഉപദ്രവിക്കണം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത്. ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത്. കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും, എന്റെ അച്ഛന്റെ സർജറിക്ക് അതെനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ രണ്ടാമതും പേയ്മെന്റ് 2 പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു. ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത്. മാനസിക പരിഗണന പോയിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇവർ പെരുമാറുന്നത്. ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേയും. പക്ഷെ അതൊന്നും ആരും ടേക്കപ്പ് ചെയ്തില്ല. വീണ്ടും ഒരു കാര്യം വിട്ടു, അതായത് ഈ നസറപ്പട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ 3 FIR വേറെ വീണിട്ടുണ്ട്. ഇതുപോലെ പല ബിഗ് ബോസിലെ പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ 3 FIR ഓൾറെഡി ഉണ്ട്. അത് അവര് കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ്. ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി. അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പേര് ഞാൻ പറയുന്നില്ല. തമിഴ് സീസണിലാണ്. ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്യാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്ന് ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു FIR ഈ നസറത്ത് സ്റ്റേഷനിൽ തന്നെയുണ്ട്. സോ ഇതൊരു ഹ്യൂജ് ക്രൈം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചത്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സിബിനോട് മാത്രം അങ്ങനെ ഒരു വിരോധം വരാനുള്ള കാരണം എന്താണ്? അത് തന്നെ തുടക്കം ഞാൻ പറഞ്ഞല്ലോ. ഈ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു. അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയുണ്ട്. ബേസിക്കലി ആദ്യത്തെ പേടി അതാണ്. 2, ഈ ഷോയ്ക്കകത്ത് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഫേവറിറ്റിസം നടക്കുന്നു ഞാൻ മനസ്സിലാക്കി ഞാനത് ഐഡന്റിഫൈ ചെയ്ത ആളാണ്. 3, ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചോടെ, വേറെ ആരും ചോദിച്ചായിട്ട് എനിക്ക് അറിയില്ല. വേറെ കണ്ടസ്റ്റൻസിന് ഇവർ മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് പുറത്തു വന്ന ഒരു മത്സരാർത്ഥി അത് ക്യാമറയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 13 തവണ മരുന്ന് തന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചു, എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത്, എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത്. അതിന്റെ പേരിലായിരിക്കും. ഇനി ഈ ഷോ ഇതോടെ തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇനി നടന്നാലും ഈ ഷോയ്ക്ക് അഗേൻസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഈ ഷോയിൽ നടക്കുന്ന ഇല്ലീഗാലിറ്റീസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് കാരണം എത്രയോ ജീവനുകൾ ഞാൻ പറയാം, എത്രയോ ആൾക്കാരുടെ ലൈഫാണ് ഇത് കാരണം നഷ്ടപ്പെട്ടുള്ളത്. നിങ്ങളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സിബിനെ ഷോയിലേക്ക് പിന്നെയും തിരിച്ചു വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിരുന്നില്ല. എന്നെ ഷോയിലേക്ക് തിരിച്ചു വിളിച്ചില്ല. ഞാൻ വന്നതിന് ശേഷം എന്റെ ഒരു പ്രാവശ്യം എനിക്ക് ഫോൺ കോൾ വന്നിരുന്നു. അത് ഈ പറഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഈ പറയുന്ന ഒരു നോർമൽ സെൻഡ് ഓഫ് തരാം. അത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പുറത്തായതിനു ശേഷം ഒരു
എന്നെ പുറത്താക്കിയത് അനധികൃതമായി ആണെന്നുള്ളൊരു ജനരോഷം ഉണ്ടായപ്പോ ഈ പറഞ്ഞ കാരണം കാണിക്കൽ അവിടെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ ഏതാണ് എന്റെ ഫുട്ടേജസും ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ഒന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, എന്നിട്ട് ചോദ്യങ്ങൾ എടുക്കാം. സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു സിവിയർ സൈക്കാട്രിക് ആയിട്ടുള്ള ഡിസോർഡർ ആണ്. ഏതാണ് സ്കിസോഫ്രീനിയ? അതെ അതെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് താങ്കൾക്ക് മരുന്ന് നൽകിയതുമായി ബന്ധപ്പെട്ട്, അതായത് താങ്കൾ ഈ പ്രിസ്ക്രിപ്ഷൻ പരിശോധിച്ചപ്പോൾ നമുക്കിപ്പോ ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചാൽ ഏത് മരുന്നാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മരുന്നാണോ താങ്കൾക്ക് നൽകിയത്? അതെ, ഞാൻ പറഞ്ഞു ഒലാൻസപ്പ എന്ന് പറഞ്ഞ മരുന്ന് അതിൽ ഉപയോഗിക്കുന്നതാണ്. ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം അവരവിടെ നിർബന്ധമായി നീ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. ആ 3 പേര് നിർബന്ധമായി മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് മുന്നേ എന്നോട് ഇത് ഉറക്ക ഗുളികയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് കഴിപ്പിച്ചത്. അറിഞ്ഞു. പുറത്തു പോകാൻ നിവൃത്തിയില്ല, എന്നെ വെളിയിൽ വിടില്ല അവര്. എനിക്ക് വെളിയിൽ വരണം, എനിക്ക് ആരെ അറിയിക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല, ഒരു മൊബൈൽ ഫോണും ഇല്ല. അവിടെ ആ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണുള്ളത് ആ ഹോട്ടലിൽ. താങ്കൾ അവിടെ മാനസികമായിട്ട് തളർന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. അപ്പം അതിന് കാരണം എന്താ? ലാലേട്ടനുള്ള ഒരു സ്നേഹം ആയതുകൊണ്ടാണ്? എന്ത് പറ്റിയത്? ഞാൻ പറഞ്ഞല്ലോ, തളർന്നത് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ. ഞാൻ അല്ലാത്ത രീതിയിൽ അവരവിടെ എഡിറ്റ് ചെയ്ത് പോർട്രേറ്റ് ചെയ്തു. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്ത് അവിടെ കാണിച്ചു. എന്നെ ഒരു വേറൊരാളായിട്ട് ഒരു ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യം തന്നെയല്ലേ? എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നോട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ഷോയ്ക്കുള്ളിൽ അവർക്ക് ഷോയുടെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോയുടെ TRPക്ക് വേണ്ടി എന്ത് ചെയ്യാം, എന്റെ കൺസേൺ അതല്ല സഹോദരൻ. എന്റെ കൺസേൺ പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ എന്തിനു ഇവര് 3-4 ദിവസത്തോളം അടച്ചു വെച്ചിട്ടുണ്ട്? എന്തിന് എനിക്ക് സൈക്യാട്രിക് ഡ്രഗ് നൽകി? എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല? എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല. എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന്, സ്കീസോഫ്രീനിയാണെന്ന് എന്തിന് ഇവര് കള്ളം പറഞ്ഞു? ഇതാണ് എന്റെ കൺസേൺ. ഷോയ്ക്കുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നുള്ളത് അഡ്വക്കേറ്റ് സംസാരിച്ചാലും ഞാൻ നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കാം. പറഞ്ഞു കേട്ടോ. ഇപ്പം 2 കാര്യങ്ങൾ പ്ലേ ചെയ്തു. ഒന്ന് ഓഡിയോ പ്ലേ ചെയ്തു, ഒന്ന് സ്ക്രീൻഷോട്ട്. ഷിബിൻ ഇപ്പോഴും എന്തോ ഒളിച്ചു വെക്കുന്നു. ഇത് വിലപേശലാണ്. എന്തുകൊണ്ട് പേര് പറയാൻ പേടിക്കുന്നു? ഷിബിൻ പറയുന്നത് FIR ഇടാവുന്നു അല്ലെ? ഇനി സീസൺ തീരാൻ 3-4-5 ദിവസം. ഷിബിൻ എന്തുകൊണ്ട് ആ പേര് പറയാൻ പഠിക്കുന്നു? ഇത് തന്നെയാണ് ഇതിൽ നിന്നും ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. അപ്പൊ ഇനിയും ഷിബിൻ ഇപ്പൊ പത്രസമ്മേളനം നടത്തി, ഇനി അവരെന്തെങ്കിലും ചർച്ചയ്ക്ക് വരും, ഇതാണോ? അതിനു വേണ്ടിയാണ് ഇത് എന്തുകൊണ്ട് പേര് പറയാൻ? ഞങ്ങൾ ഈ ഓഡിയം കൊണ്ട് ഞങ്ങൾ ലാബിൽ കൊണ്ട് പരിശോധിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് ആരാണ് പറഞ്ഞതെന്നും ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന FIRന്റെ കോപ്പി വരുമ്പോൾ ഞാൻ പുറത്തുവിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും ഈ 3 പേര് ആരാണെന്നും അവർക്കെതിരെയാണ് FIR വിടുന്നത്. പക്ഷെ ഈ പറഞ്ഞ ഓഡിയോയിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ, എന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ള സംഭവം, ഇതെല്ലാ കണ്ടസ്റ്റൻസിനോടും അവർ പറയുന്ന ഒരു പോയിന്റ് ആണ്. പുറത്തിറങ്ങി, ഇപ്പം രതീഷ് ആണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം മീഡിയാസിനോട് ബൈറ്റ് കിട്ടിയ ശേഷം രതീഷിനോട് പറഞ്ഞു മീഡിയാസിനോട് സംസാരിക്കുന്നത്. അത് അങ്ങനെ കിട്ടുന്ന ഒരു വാണിംഗ് ആയിട്ട് കണക്ക് കൂട്ടിക്കൂടും. അത് മാത്രമല്ല, അതൊന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അത് മാത്രം ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചില്ലേ, അതുകൊണ്ട് അത് പുറത്തുവിടില്ലേ? ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉള്ളത് കൊണ്ടാണ് അത് വിടാതെ. ഉറപ്പായിട്ടും ആ FIRൽ എന്തായാലും പ്രതികളുടെ പേരുണ്ടാവും. അപ്പൊ പിന്നെ ഞാനായിട്ട് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പറയുന്നതിന്റെ പേരിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത്. ഞാൻ ഒരു കാര്യം ക്ലിയർ അല്ല, ഇത് ഒരുപാട് ദിവസം ഇല്ലല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞ പേര് പറയാത്തത് എനിക്ക് കാശ് വേണ്ട. ഇവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല. ഓൾറെഡി അത് കഴിഞ്ഞു, ഇനി അതില്ല. ആ ഒരു ആവശ്യം എനിക്കില്ല. അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല. ഇല്ലീഗലായിട്ട് കൺസൾട്ട് ചെയ്ത ഡോക്ടറുടെ പേര് സാവന്ത്, ഡോക്ടർ സാവന്ത്, സൈക്യാട്രിസ്റ്റ് എന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത്. എനിക്കറിയില്ല. സാവന്ത് എന്നാണ് അയാളുടെ പേര് പറഞ്ഞത് എന്നോട്. ചെക്ക് ചെയ്തിരുന്നോ? എന്താണ് പുറമെ ചെക്ക് ചെയ്തിരുന്നോ അങ്ങനെ ഡോക്ടർ ഉണ്ടോന്നും? ഇല്ല. അങ്ങനെ ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ മത്സരാർത്ഥികളുമായി സംസാരിക്കുന്ന എനിക്ക് മനസ്സിലായി. ഇത് ഒരു കാര്യം കൂടെ പറയാം. ഇതേ സാവന്ത് ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ കയറുന്നതിന് വേണ്ടി നമുക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉണ്ട്. 1 മണിക്കൂറോളം ഇയാൾ എന്നോട് സംസാരിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇയാളോട് തുറന്നു പറഞ്ഞു. ഇയാൾ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ്. ഇപ്പോൾ സിബിൻ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല.
അതെന്റെ മെഡിക്കൽ എത്തിക്സ് ആണ്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പേരില് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്കം കയറ്റലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്കുണ്ടായ ഇറക്കം, ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു. അതെല്ലാം അതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് എനിക്കതിൽ ഉപയോഗിച്ചു. അത് ഒരു കാര്യം, അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്തൊരു സൈക്കാട്രിസ്റ്റ് ആണെന്ന് താങ്കൾ പറയുന്നു. താങ്കൾ ഇല്ലീഗലായിട്ട് മെഡിസിൻ തരാൻ വേണ്ടി നിന്ന ആളാണെന്ന് പറയുന്നു. സ്വാഭാവികമായി ഒരു പരാതി നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആളായി അദ്ദേഹം വരേണ്ടതാണ്. എഫ്ഐആറിന് അദ്ദേഹത്തെയാണോ പ്രധാനമായി താങ്കൾ ഉൾപ്പെടുത്താൻ ഒരു പ്രധാന കൺസേൺ അല്ലേ? താങ്കളുടെ മെന്റൽ ഹെൽത്ത് തകർത്തു എന്ന് പറയുന്ന ഒരാളെ ഏറ്റവും പ്രധാനമായി താങ്കൾ ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിക്കുന്നു? തീർച്ചയായും ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും പറയും. അല്ല, ഏഷ്യാനെറ്റിന്റെ ആളാണ്. ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ്. ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ ആളാണ്. തുടക്കം മുതൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആളാണ്. ഇദ്ദേഹം തന്നെയാണ്. 50% ആണ് കൃത്യമായിട്ട് വേണം. ഇല്ല, ഞാൻ വളരെ മാന്യമായി പറഞ്ഞു. അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് തുക കൂട്ടിയാണ് ഇപ്പൊ ഇവര് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഷോയാണ്. ഇത് 24 hours നിൽക്കുന്ന ഒരു ഷോ ആകുമ്പോൾ കൂടുതൽ പേയ്മെന്റ് തരണം. മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അർഹിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അതിന് തെളിവുണ്ടെങ്കിലുണ്ടോ? ഓഡിയോ ഇല്ല. അതിന് ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ലല്ലോ. താങ്കൾക്ക് പേയ്മെന്റ് സെറ്റ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്ട് ആയിട്ടാണ് താങ്കൾ പോകുന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം സംസാരിക്കാതിരിക്കുവാൻ വേണ്ടി താങ്കൾക്ക് അത്രയും കൂടി പേയ്മെന്റ് വീണ്ടും തന്നു എന്ന് പറയുന്നു. അത് താങ്കൾ അതിനെ ഓൺ ചെയ്തോ? അതായത് തന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ചുമ്മാ പൈസ അയക്കുകയായിരുന്നു. ഇല്ല, ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ. എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ. അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു. എന്റെ പേയ്മെന്റ് എന്തായി? അപ്പൊ ഇവര് പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീണ്ടും പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ കൂടെയുള്ള എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി. 2 ആഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു. ഇമെയിലിൽ ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ്. ഈ ചാനലിന്റെ ബിസിനസ് ഹെഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട്, അതായത് ഞാനൊരു ജീവിതത്തിൽ ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ്. അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇവർ ഇൻവോയ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവര് രണ്ടാമത് എന്നോട് ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു ഇൻവോയ്സ് കൂടെ വേണമെന്ന് അന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മറ്റൊരു ഇൻവോയ്സ് അയച്ചു. അപ്പൊ ഈ ആദ്യം കൊടുത്ത ഇൻവോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത് ഇൻവോയ്സിന്റെ പേയ്മെന്റുമായിട്ട് 2 പേയ്മെന്റാണ് എനിക്ക് തന്നത്. എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇനി ദയവ് ചെയ്ത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത്, ഈ കാശ് നിനക്ക് ഡിസേർവ് ചെയ്യാം. ഞാൻ പറഞ്ഞു സാർ, ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും 1 രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു. ആകാശ് ഉപയോഗിച്ചിട്ടില്ല. എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ചാനലിന്റെ ഒരു കൺസേൺ ആള് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല. സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാനായിരുന്നു ഞാൻ ഇരുന്നത്. ഈ അവസാന ഒരു കാര്യം കൂടെ അതിനൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞു. ഇപ്പോ അത്രയും ഗുരുതരമായി തങ്ങളെ അഫക്ട് ചെയ്യുന്ന മെന്റലി തങ്ങളെ തകർക്കുന്ന രീതിയിൽ പെരുമാറിയ ഒരാളുടെ പേര് ഈ അവസാന ഘട്ടത്തിലും വെളിപ്പെടുത്താതെ എഫ്ഐആർ വരുമ്പോഴേ ഞാൻ പറയൂ എന്ന് പറയുന്നതിൽ ചിലപ്പോ ആളുകൾക്ക് തോന്നാം അത് എന്തെങ്കിലും താല്പര്യങ്ങൾ താങ്കൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള തോന്നലുണ്ടാകാം. അതിന്റെ ഒരു ആവശ്യം ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അവസാന ഘട്ടമല്ലല്ലോ, ഈ ഷോ തീരുന്നതല്ല എന്റെ അവസാന ഘട്ടം. എനിക്ക് നീതി കിട്ടുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടം. ഈ ഷോ തീർന്നോട്ടെ. ഈ ഷോ തീർന്നാൽ എന്താ കുഴപ്പം? ഞാൻ ഈ ഷോ തീരുന്നവരെ കാത്തിരുന്നതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായി നിയമപരമായുള്ള ഞങ്ങൾ 1 മാസമായി ഞാൻ ഏതാണ്ട് 1-1.5 മാസത്തോളമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയാണ്. നിങ്ങളുടെ പേയ്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഓൺലൈനിൽ കിടന്ന് അതും പറഞ്ഞ് തമ്മിൽ തല്ലി ആളുകൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോയതിൽ ഫസ്റ്റ് ഓഫ് ഓൾ അഭിനന്ദനങ്ങൾ. ഓൺലൈൻ മീഡിയനോട് എന്റെ മാത്രം അഭിനന്ദനങ്ങൾ. കാരണം ഓൺലൈൻ മീഡിയക്ക് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ പറയുള്ളൂ. ബ്രോ, അപ്പൊ ഇനി എഫ്ഐആർ പുറത്തു വരാതെ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പൊ ദിലീപ് നടത്തുന്ന കേസുകളിൽ അവര് പല കാര്യങ്ങളും പുറത്തു പറയാത്തത് എഫ്ഐആർ വരാത്തതൊക്കെ പല കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ നിയമം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ദിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു. ഇപ്പൊ സിബിൻ നിയമപരമായിട്ട് പോയിരിക്കുന്നു. അപ്പൊ സത്യങ്ങളിൽ അറിയുന്നതുകൊണ്ടാണോ
സിബിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നത്. എക്സാക്ട്ലി അത് തന്നെയാണ് കാര്യം. അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട, വകവെക്കണ്ട എന്നുള്ളൊരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത്. വളരെ കൃത്യമായി ഒരാൾ ചോദിച്ചു, ആരാ ചോദിച്ചു? എല്ലാ സീസണിലും എല്ലാ കണ്ടസ്റ്റന്റിനോടും പറയുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ സീസൺ റോബിനോട് പോലും പറഞ്ഞിട്ട് പിന്നീട് കോൺട്രാക്ട് കഴിഞ്ഞതിന് ശേഷമാണ് പല ഇഷ്യൂസും ഉണ്ടായതും കാര്യങ്ങളൊക്കെ വന്നത്. ഇപ്പൊ താങ്കൾ ഓൾറെഡി കോൺട്രാക്ട് നിൽക്കുന്ന സമയം വേണമെന്ന് വെച്ചാൽ അവർക്ക് കൗണ്ടർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് എന്താ പറയുക ഇതാ കള്ളമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനെങ്ങനെ മറുപടി ഒരു കോൺട്രാക്ട് നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും, രണ്ടുപേരും നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ആ കോൺട്രാക്ട് ആദ്യം നമുക്ക് വേണ്ടത് ലോഫുൾ കോൺട്രാക്ട്. ഒരിക്കലും അൺലോഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. അത് അഭിൻഷ ഓടാണ്. അത് തുടങ്ങിയ സമയം, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് ഓടാണ്. അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ മുറിയിൽ 3 ദിവസത്തോളം, അതായത് 4 ദിവസം അടുപ്പിച്ച് ഇയാളെ കൂട്ടിയിടുക. ആ 167 CRPC പ്രകാരം നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട്. 27 മണിക്കൂറിനുള്ളിൽ നമ്മൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇയാളെ 3 ദിവസത്തിന് മുകളിൽ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല, അയാളുടെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല, ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനുപരി ഇയാൾക്ക് സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുകയാണ്. വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി. അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ പിന്നിൽ എന്താണ് എഴുതിയത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അത് ബാക്കി പല മത്സരാർത്ഥികളും അങ്ങനെ തന്നെ. ഇപ്പൊ സിജോ 3 ആഴ്ചയോളം അവരുടെ കസ്റ്റഡിയിലായിരുന്നു, അവരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ഇത് പോകുന്നതിന് മുമ്പ് നമുക്ക് അറിയാവുന്ന കാര്യമില്ല ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നാൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. സിജോയുടെ വീട്ടുകാരെ ബന്ധപ്പെടാനും വീട്ടുകാരെ വേണ്ടി ഇടപെടാനും സിജോനെ സമ്മതിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂട്ടി കൺസൾട്ട് ചെയ്തതല്ല, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്, എന്നെ ഒരു ഹോട്ടൽ മുറിയിലാണ് ലോക്ക് ചെയ്തത്. മദ്യപിക്കുന്ന ആളാണ്. അപ്പോ 2 ചുമ്മാ നമുക്ക് വിഷയത്തിൽ വാങ്ങാനൊന്നും ഉണ്ടായിട്ടില്ല. ഈ വിഡ്രോവൽസിന്റെ ഉണ്ടെന്ന് പല ആരോപണങ്ങളും ഒരു ആരോപണം പച്ചക്കള്ളമാണ്. അങ്ങനെയല്ല, ഞാൻ മദ്യപിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു മദ്യപാനിയല്ല. ഒക്കേഷണൽ ഡ്രിങ്കറാണ്, സോഷ്യൽ ഡ്രിങ്കറാണ്. പുറത്തു പോകുന്നത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. നമ്മളൊക്കെ വീഡിയോ കാണുന്നുണ്ട്. പിന്നീട് പിന്നെ പുറത്ത് പോകാൻ കിട്ടും, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊള്ളാം എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് വീണ്ടും തുടരാം. അതിന്റെ ഇടയ്ക്ക് പലതും ഈ മത്സരാർത്ഥികളോട് പറയുന്നതായിട്ട് മത്സരാർത്ഥികളോട് അവിടെയുള്ള കൂടെയുള്ള ആളുകളോട് പറഞ്ഞതിന്റെ എനിക്ക് മെമ്മറി വന്ന ഉള്ളതാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. എന്ത് പറയാനായിട്ട്? എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് പുറത്തേക്ക് പോകണമെന്നോ? വീണ്ടും കേട്ടോ തിരിച്ചു പോകണമെന്ന് പറയുന്നു. ഈ മരുന്ന് തന്നതിന് ശേഷം താങ്കൾക്ക് ഉറങ്ങാൻ കഴിയും. എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് മരുന്ന് തന്നിട്ടില്ല. ഉറങ്ങി ആദ്യത്തെ ദിവസം കൂടി തിരിച്ചു വന്നപ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ഇവര് പുറത്ത് ഹോട്ടൽ മുറിയിൽ എത്തിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, അവിടെ നേരെ പുറത്ത് എന്നെ ജസ്റ്റ് കൺഫെഷൻ റൂമിൽ ഇവര് ജസ്റ്റ് പുറത്തേക്ക് ഇറക്കി. ആ പുറത്തിറക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ 3 അധികൃതർ വരുന്നു, പുറത്ത് പോകരുത്, ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു പുഷ് ചെയ്തകത്ത് കയറ്റിയത്. ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നെ ഇവരകത്തേക്ക് കയറ്റിയത്. പാലിക്കാതെ തിരിച്ചു പുഷ് ചെയ്ത് നിർബന്ധമായി കയറ്റിയത്. ആവാം, അതിന്റെ പിന്നിലെ വികാരം എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർവ്യൂ പറയണ്ട, ഈ സിബിനോട് ജാസ്മിനെതിരെ കളിക്കുന്നത് പ്രത്യേകം വാൺ ചെയ്ത് പറഞ്ഞേ. അപ്പൊ അങ്ങനെ വാൺ ചെയ്ത സമയത്ത് ഇതും അതുമായിട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ജാസ്മിനെതിരെ കളിച്ചുകൊണ്ട് കൂടിയാണോ? നമുക്ക് വിഷയം ഇതിൽ നടക്കണം. എനിക്ക് അറിയില്ല, ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയുന്നത്. ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണ് ഇതിന് മറുപടി പറയുന്നത്. ഇല്ല, ഇത് നമുക്ക് നമ്മൾ ആ സമയത്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതിപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതല്ല, നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുകയാണ് ഇവരെ. ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട്
എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത്, അവസാനമായിട്ടാണ് പറയുന്നത്. അപ്പോഴൊന്നും അവർ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അതെ, സംശയമാണ് എന്റെ, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പൊ പല സീസണിലും അങ്ങനെ പലരും ഇങ്ങനെ പരീക്ഷിക്കുന്നുണ്ട്. ഒരാൾ സൂയിസൈഡിനൊക്കെ ശ്രമിച്ചു. അതെ അതെ, തമിഴ് സീസണിലുണ്ട്. അതെ, അപ്പൊ ഒരു വലിയ ഡ്രഗ് മാഫിയ ഉണ്ടാവാം, അന്വേഷണത്തിൽ തെളിയട്ടെ, ഉണ്ടാവാം. ഈ ഡോക്ടറില്ലേ എവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് അവർ തന്നിട്ടില്ല. നിങ്ങളെ പകുതി പ്രതിഫലം ആവശ്യപ്പെട്ട ആൾക്കാർ ഏഷ്യാനെറ്റിലോ എൻഡമോൾ ഷൈലോ കംപ്ലൈന്റ് അറിയിച്ചിരുന്നു, ഒരു നടപടി ഉണ്ടായില്ല. അറിയിച്ചിരുന്നു, ഇല്ല. അതെ, എന്ത് ജെന്യൂനിറ്റിയാണ്? അല്ല, ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ്. എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത്. എന്നത് പറഞ്ഞു, എന്നെ നിർബന്ധിച്ചാണ്. കഴിച്ചാൽ മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ എവിഡൻസ് ആയിട്ട് ഷോയിൽ തന്നെ പ്രേക്ഷകർ കാണുമ്പോൾ എനിക്ക് പുറത്തു പോകണം എന്ന് റിപ്പീറ്റ്ലി പറയുന്ന ഒരാള് പുറത്താക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് കാണുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് തോന്നുമ്പോൾ അതിനകത്തൊരു ഡൗട്ടും കാര്യങ്ങളും ഇല്ല. അപ്പം അതിനോട് എങ്ങനെയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയുന്നത്? ഈ മത്സരത്തിൽ ഒരു 4 രീതിയിലാണ്, ഒരു 4 സ്റ്റെപ്സിലാണ് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഒന്ന്, ഇത് മത്സരത്തിന്റെ കാര്യമാണ് കേട്ടോ. അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഒരു കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പം അഖിലേട്ടനെ പോലുള്ളവരൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവര് ആദ്യമേ തന്നെ ബേസിക് ആയിട്ട് ടാസ്കിൽ ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവര് കൃത്യബദ്ധം കാണിക്കും. 2, ഇവര് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും. ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ഞാനിപ്പോ എന്താ പറയാവുന്ന ഇതിപ്പോ അദ്ദേഹം സംസാരിക്കും. അപ്പം ഇത് അതിന്റെ ടാസ്കുകളുണ്ട്. അപ്പൊ എന്റെ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കുകളൊക്കെ കൃത്രിമത്വം കാണിച്ചാണെന്ന് എല്ലാവരും ചർച്ച ചെയ്തതാണ്. ഞാൻ പുറത്താവുന്ന ആ ദിവസമുള്ളത്. 2, ഇവർ എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് പറയുന്നു. ഇപ്പൊ അഭിഷേക് ചെയ്തത് ഉൾപ്പെടെ എല്ലാവരും പുറത്ത് വന്ന് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നു. ഇപ്പൊ അവസാനം ഇറങ്ങിയ സിജോയുടെ സൈഡിൽ നിന്ന് ഉൾപ്പെടെ അത് ചെയ്യാം, മത്സരത്തിന്റെ ആവശ്യമാണ്. പിന്നെ 3ാമതായി മാനിപ്പുലേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്ത് തളർത്തി പുറത്താക്കുന്നത്. ഈ മരുന്ന് കഴിച്ചു എന്ന് പല മത്സരാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ വന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അവര് വരും. പല മത്സരാർത്ഥികൾ മത്സരത്തിൽ താങ്കൾ മാത്രമാണ് ഇങ്ങനെ, അതായത് ഇങ്ങനെ റിയാക്ട് ചെയ്യും. അവരും കഴിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ അവരതിന് റിയാക്ട് ചെയ്യും. ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മൾ നിയമപരം കാര്യം എല്ലാവരും ഇവര് അടച്ചുപൂട്ടിയിടുന്നത് വെറും ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവര് പീഡിപ്പിക്കുന്നു. കോൺട്രാക്ട്. അതെ, എനിക്കറിയില്ല ഉറക്ക ഗുളിക എന്ന് പറഞ്ഞാണോ അത് സ്കീസോഫ്രീനിയുടെ മരുന്ന്. ഇതെല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കും ബ്രോ. ഇവര് മരുന്ന് തരുന്നെന്ന് പറഞ്ഞൊരു ചെറിയ പീസായിട്ടാണ് തരുന്നത്. അത് എന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഇവർ അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു. ഇതിൽ കൃത്യമായിട്ട് മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും. ഒലാൻ സപ്പായൻ എന്ന് വായിക്കാൻ പറ്റും. ഇത് എന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഇതിനകത്ത് കൃത്യമായി ആ മരുന്നിന്റെ മറ്റ് ഡീറ്റെയിൽസുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ പൂർണ്ണമായും സിബിലിന്റെ പത്രസമ്മേളനമാണ്. ഞാൻ ഇതിൽ വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം, ഈ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളത്. നഷ്ടങ്ങളെയൊക്കെ പൊതുവെ എല്ലാവരും വലിയ ഭയവുമാണ്. തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് സിബിൽ എന്നോട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കലി പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത്. അതുകൊണ്ടാണ് സിബിലിനോട് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയുന്നത്. അത് ആമുഖമായി പറയട്ടെ, ഇത് എന്റെ പത്രസമ്മേളനമല്ല. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. കഴിഞ്ഞ ദിവസവും ഇന്ന് സിബിന്റെ പത്രസമ്മേളനമാണ്. അഖില നീ അതിൽ പോകരുത് എന്ന് എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിച്ചു. അവരോട് പറഞ്ഞത്, സിബിൻ പറയുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാമോ? അവൻ പറയുന്നത് കള്ളത്തരമല്ലേ? ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഒരു തെളിവും അവൻ എനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് 100% സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. അത് പറയാനുള്ള കാരണം, സിബിനെ പോലൊരാളെ സംബന്ധിച്ച്, ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടു കൂടി കോടതി വഴി
DGP നിങ്ങൾ എത്ര പേര് പോകും? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു. എന്താണ് ലാഭം? അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ, ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമയിൽ നിന്ന് അവരുടെ പേര് മാറ്റി, റിലീസ് ആകുമ്പോൾ സിനിമയിൽ നിന്ന് പേര് മാറ്റി, മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ത്രെട്ടുകൾ, ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി. ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന് സമയത്തും ഈ മരുന്ന്, ഞാൻ മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, സൈക്കാട്രിക് ഡിവിഷനുള്ള കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്, റിസർച്ച് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം. ഒരല്പം കഴിവുണ്ടായിരുന്നാൽ മതി. അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം. തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്ന മത്സരാർത്ഥി ഞാൻ ആയിരുന്നില്ല. ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു. വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക, അത് പസിൽ ടാസ്ക് ആണ്. പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല, അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് ജയിക്കാൻ പറ്റില്ല. അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ടാസ്കിൽ ഷിജിച്ചേട്ടനാണ് ജയിച്ചത്. ആ ടാസ്കിൽ തന്നെ ഷിജിച്ചേട്ടന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാണ് മറന്നുപോയി, ഒരാളുകൂടി ഉണ്ടായിരുന്നു. അയാളുടെ പസിലും അപ്പുറത്തിൽ ആരോ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക. സമാനമാണ്. ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം. കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ 63ാമത്തെ ദിവസത്തെ എവിക്ഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ്, വോട്ടിംഗിൽ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം. അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം. അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ടാസ്ക്. ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത്, എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കി. ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണിൽ ഏറ്റവും ബോറിംഗ് ടാസ്കും എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്കുമാണ്. നമ്മൾ ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ടാസ്കുമാണ്. ഈ ടാസ്ക് ഒരിക്കലും ആരും, കാരണം നിങ്ങൾ ആലോചിച്ചു, നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ബോറ ടാസ്കാ. ഒരാഴ്ച മൊത്തം വന്നിരുന്ന മത്സരാർത്ഥിയുടെ കഥ പറയുക. ഇപ്പൊ ഞാനൊക്കെ വന്ന് പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലല്ല ടെലികാസ്റ്റ് ചെയ്തത്, പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം, അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലെ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഷിജിച്ചേട്ടൻ നടുവേദന പിടിച്ചു കിടക്കുന്ന ആളെ ജയിക്കാൻ പറ്റില്ല. വിഷ്ണുവും മിഥുനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15-16 മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. 2 ടാസ്കിൽ നാദ്ര വിജയിച്ചു. 3ാമത്തെ ടാസ്ക്, അതാണ് ഞാൻ പറയുന്നത്, സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ്. ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദ്ര ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു, സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു. ആദ്യത്തെ ടാസ്കിൽ 10 പോയിന്റ്, രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദ്രയ്ക്ക് 19 പോയിന്റ്, 16 പോയിന്റ് ശോഭയ്ക്ക്, 19 പോയിന്റ് നമ്മുടെ നാദ്രയ്ക്ക്. അടുത്ത 3ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്തൊരു ടാസ്ക് കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോയിൻ എടുക്കുന്ന ടാസ്കാ. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര. അപ്രതീക്ഷിതമായിട്ട് നാദ്ര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയങ്കര, നാദ്ര കണ്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ള നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാവുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദ്രയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ. പിന്നെ ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ്. അതുപോലെ ഒരു പ്ലാൻ ചെയ്യും. ഇപ്പൊ ഫാമിലി വീക്കില് ഒരാളേക്ക് അകത്തേക്ക് കടത്തി വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുക. ഉദാഹരണം, ഷിജി ചേട്ടന്റെ കണ്ണ് കെട്ടിവെക്കുന്നു, മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസാണ്, മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കുക. അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല. എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. എനിക്ക് പ്ലെയിൻ എൻട്രിയാണ്, അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ്.
അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തേണ്ടിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല, അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം. ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം. ഇപ്പൊ സിബിൻ ഉദാഹരണത്തിന് ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് ഒരു ഡൗൺ ആക്കുക. ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത്. കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ, കാരണം പുറത്തു പോയി നിൽക്കണം. പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച്, അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിനാലയിൽ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ്. അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിരുന്നു. അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത്. അവരുടെ ഒരു ഒറ്റ കടുംപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം, നല്ല, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം. അതിനാൽ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടുന്നൊക്കെ ചിലർ പറഞ്ഞു. എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല. നല്ലൊരു മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരുടെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിസ് ഈസ് ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി, ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല. ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ്, അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ്. കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ല. കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു വരുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു. അതിന്റെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു. താങ്കൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു വർഷം സമയമെടുത്തു? അല്ല, ഇനി ഞാൻ വിജയിച്ച ആളല്ലേ, ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് എന്നിട്ട് ഞാൻ പറയാം, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോ ഷൂട്ടിനാണ് പോകുന്നത്, ഒരു സീരിയലിന്റെ പ്രൊമോ ഷൂട്ട്. അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ, നമ്മുടെ ഇവനോട് സിബിനോട് പറഞ്ഞ് ഇദ്ദേഹം ഈ പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ഒരു പിആർഒ ആയിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലെ പൈസ ഒന്നും ചോദിക്കരുത്, അഖിലിന് നമ്മൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു വലിയൊരു മൈലേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചു. അപ്പൊ പുള്ളി ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? ഞാൻ പറഞ്ഞല്ല, തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ അറിയാത്തൊരു പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കരുത്. പൈസ തന്നെങ്കിൽ ഞാൻ അത് ചെയ്യും. അപ്പം പൈസ തരരുത്. അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് പറയേണ്ട കാര്യമില്ല, ഇപ്പോഴും ഇത് പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്കൊരു ശബ്ദം വായിച്ചൂടെ? എനിക്ക് എന്താണ് നഷ്ടം? ഇപ്പൊ ഒരുപക്ഷെ സാബുവിന്റെ സ്ഥാനത്ത് ഞാൻ കയറി പോകേണ്ട ആളായിരിക്കാം. ഹോട്ടൽ ടാസ്കിൽ ഒരു പക്ഷെ എന്നെ അവർ വിളിച്ചേനെ. എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ്. പ്രവീൺ ചെറുതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അല്ലേ ഇത്? നമ്മൾ പറഞ്ഞല്ലോ. അതിൽ എനിക്ക് എന്നോട് അന്ന് സംസാരിച്ച ആള് പ്രവീൺ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ പിആർഒ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് സംസാരിച്ച ആള് അന്ന് ഞാൻ പറഞ്ഞത്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞില്ല. എന്റെ അടുത്ത് ഷെയർ ചോദിച്ചു. ഷെയർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കാനൊന്നുമില്ല. പിന്നെ അട്ടകൾ പോയി കൊടുക്കാനേ ചോദിക്കട്ടെ, പുള്ളിക്ക് എന്തെങ്കിലും ചോദിക്കൂ. താങ്കൾ പറഞ്ഞ പ്രവീണിന്റെ കാര്യം ഈ താങ്കൾ മാത്രമാണല്ലോ. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവീൺ ഉണ്ടെന്നും പ്രവീണാണ് താങ്കൾ വിശ്വസിക്കുന്നത്. ഈ സിബിന്റെ കേസിലൊക്കെ പ്രവീണാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അല്ല, അദ്ദേഹവും ഉണ്ടാവും. അദ്ദേഹം ഉത്തരവാദപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത്, എന്നോട് പേഴ്സണലി പറഞ്ഞത്, അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു. പൈസ മേടിക്കരുത്, കോൺട്രാക്ട് ഉണ്ട്, തിരിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ ആള് പ്രവീൺ പറഞ്ഞതാണ്. ഇപ്പൊ ഈ ശോഭ തന്നെ പറഞ്ഞല്ലോ, പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിനിമയോട് പറഞ്ഞു, ജാൻമണി ഹോട്ടൽ ടാസ്ക് കയറ്റി വിടാം, ഗസ്റ്റായിട്ട് കയറ്റി വിടാം, അഖിൽമാർക്കെതിരെ വീഡിയോ ചെയ്യും. ഈ മറ്റേ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി, ഇവർ ഈ പെൺകുട്ടിയെ, അതാ ഞാൻ പറഞ്ഞത്, ഈ പാവം പിടിച്ചവരെ ചതിച്ചതായി വരും. അത് അഖിൽമാരുടെ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് ചെയ്ത് കൊടുക്കാൻ ചാർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇതെല്ലാം പ്ലാനാണ്. ഇവർക്ക് ഇങ്ങനെ, അതായത് മനഃപൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലൊക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ മറ്റൊന്നിനോ പറഞ്ഞില്ല. നമ്മുടെ ഉള്ളിൽ നീതി ബോധം. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു, അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാം. പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലേ? അത്ര നീതിബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. താങ്കൾ ആരോപിച്ച ആരോപണത്തിലും പ്രവീണാണോ? അത് എന്നെ പീഡിപ്പിച്ചിട്ട് വിഷയത്തിൽ എന്റെ വിഷയം അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇത് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ്.
അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത് അത് വേണ്ട. ഇത് എന്റെ വിഷയമാണ്. എനിക്കിത് സംസാരിച്ച പറയാനുള്ള വേദി അല്ല, ഞാൻ ഒരു കാര്യം ഇപ്പൊ അഖിലേട്ടൻ പറഞ്ഞൊരു കാര്യത്തിന് കൂട്ടിച്ചേർത്ത് ഞാൻ പറയട്ടെ. സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അഖിലേട്ടൻ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട്. അതിനകത്ത് ഈ നാദറയ്ക്ക് വെള്ളം പേടിയാണ് എന്നിവരെങ്ങനെ മനസ്സിലാക്കി? എന്നിവര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ്, ഒരു സംശയമില്ല. അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂറായിരുന്നു. എത്രത്തോളം സമയം നാദരയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് അവരെങ്ങനെ മനസ്സിലാക്കുന്നു? അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി അവർ മനസ്സിലാക്കുക. അത് തന്നെ മെഡിക്കൽ എത്തിക്സിനെതിരാണ്. സിബിന് പോകണമെന്ന് വീണ്ടും സംഭവം ഉണ്ടായല്ലോ. സിബിന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന അക്രമസക്തരാവും അല്ലെങ്കിൽ ഗ്ലാസുകൾ ഉടയ്ക്കും, അങ്ങനെ പറയുന്ന ഒരു ആളെ അവിടെ നിർത്താൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഉറപ്പ് തന്നെ 150%. ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല? ഞാൻ ഇവിടെ ഉള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ചു പൊട്ടിക്കണോ? ആ കണ്ടന്റ് കിട്ടിയാലേ നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കൃത്യമായ ബോധ്യമാണ്. അങ്ങനെ തന്നെയാണ് താങ്കൾ 150% അങ്ങനെ താങ്കൾ പ്രവർത്തിക്കുമെന്ന് ഓർത്ത് എന്നെ പുറത്താക്കിയതല്ല ഹൈദരായിട്ട് എന്റെ പ്രശ്നം, പുറത്താക്കിയതല്ല. ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല, അത് തന്നെയാണ് കൂട്ടിയിട്ടത് റോങ്ഫുൾ കൺഫൈൻമെന്റ്. ഈ ആരോപണങ്ങളൊക്കെ പുറത്താക്കിയതിന്റെ ഗ്രഡ്ജാന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അങ്ങനെ പുറത്താക്കിയതിൽ എനിക്കങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് തന്നെ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിലുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ്. ആ അനീതി ഇതാണ് ആ നീതി. റോങ്ഫുൾ കൺഫൈൻമെന്റ്, മരുന്ന് തരിക, എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക, എന്നെ ഒറ്റപ്പെടുത്തുക. ബേസിക്കലി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടാർഗറ്റ്. അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ എനിക്കുണ്ട്. ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. എന്നോട് ഞാനത് പറഞ്ഞോണ്ട് സഹോദര, അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിന്ന് എന്നെ സഹായിക്കുന്ന ആൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിബിൻ ഈസ് ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം മീഡിയ ഇൻഡസ്ട്രി, ഹി ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ബിഗസ്റ്റ് ടൈക്കൂൺ. ആ മെസ്സേജ് എനിക്ക് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നിങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് സിബിന്റെയുമായിട്ടുള്ള കൂട്ട് കട്ട് ചെയ്യുക, എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ പറയുന്ന സൈക്കോളജിസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാലും ഈ മരുന്ന് തന്നത് അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ കേസ് നിലനിൽക്കുമോ? അത് നിയമപരമായുള്ള കാര്യമാണ്. കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരുന്നല്ല ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ അസുഖം 6 മാസം റോഷാക് ടെസ്റ്റ് അല്ലെങ്കിൽ ഇങ്ക് ടെസ്റ്റ്, ബ്ലൂ ഇങ്ക് ടെസ്റ്റ്, അങ്ങനെ ഒരു ടെസ്റ്റിന്റെ പേര്, അങ്ങനെ കുറച്ചധികം ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു മെഡിക്കൽ ക്രൈം ആയിട്ട് തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. സിബിൻ ഇറങ്ങിയ സമയത്ത് അഖിലേട്ടൻ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് മത്സരിച്ച വിജയിക്കുന്ന ഒരു കണ്ടസ്റ്റ് ആയിരുന്നു. എന്നിട്ടും അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു. സാബുമോനെ അത് കണ്ടിട്ട് ഇതേപോലെ പറഞ്ഞു. പക്ഷെ പിന്നീട് ഒരു എപ്പിസോഡില് പുള്ളിക്കാരനെ ഗസ്റ്റായിട്ട് വിളിച്ചു തട്ടുകട അത് വിളിച്ചെത്തി. വേണമെന്ന് വെച്ചാൽ താങ്കളെ അതിനകത്ത് കേൾക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓഫറുകളോ ഇങ്ങനെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഓഫറുകൾ വന്നാലോ? നാണം കിട്ടും പടത്തിനിടയിൽ നാണക്കേടാ പടമാ ചോദിക്കുക, ദീപസ്തംഭം മഹാചര്യം എനിക്ക് കിട്ടണ പടം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാടുകൾ ചേഞ്ച് വരുത്താം. എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും പറയാം. അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അവിടെ യോജിപ്പൊന്നുമില്ല. പിന്നെ സിബിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സിബിൻ ജയിക്കേണ്ട മത്സരം ഞാനല്ലല്ലോ, പ്രേക്ഷകരാ പറഞ്ഞത്. എനിക്കൊന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് തന്നെ മുന്നിൽ വന്നൊരു മത്സരാർത്ഥി. അപ്പൊ അയാള് വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ അയാളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. പുറത്താക്കിക്കൊണ്ടേ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഒരു മത്സരാർത്ഥി അവർക്ക് ഷോയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം. പക്ഷെ അതൊരു തന്നെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാകും. നാളെ ഇതിൽ സിബിൻ ഇറങ്ങി ഇപ്പൊ നിങ്ങളിപ്പോൾ തന്നെ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പക്ഷേ ബേബി വന്നേക്കാം, നിനക്ക് തലക്കൊടില്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം. അതായത് ഒരു ചെറുപ്പക്കാരന് നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനതയെങ്കിലും ഒരാളെ നശിപ്പിച്ചാൽ സംസാരിക്കണ്ടേ? അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം. നാളെ ഇപ്പൊ നിങ്ങളിൽ ആരെങ്കിലും ഒരൊക്കെയാണ് ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ സംഭവിച്ചുകൂടെ? അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ
മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി. പരാതി കൊടുത്തിട്ടില്ല. അല്ല, അത് അവരുടെ കുഴപ്പമാണ്. ഇപ്പൊ എത്രയോ പേര് ഇപ്പൊ ഈ അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിലൊരു സംവിധാനം കൊണ്ട് അനുഭവം പറയുന്നു. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സിബിൻ എന്നോട് ഹൈദർ തന്നെ ചോദിച്ചു, സിബിൻ കേസ് കൊടുത്തില്ല, അഖിൽമാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. കേസ് കൊടുത്തു. അത് അവന്റെ ചങ്കുറപ്പ്, അവന്റെ വിൽ പവർ, അത് ഇതിന്റെ പിന്നാലെ പോയി മെനക്കെട്ട് എത്ര പേര് പോകും? ചിലർ വിചാരിക്കും പോട്ടെ, ഇപ്പൊ സിബിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഇനിയിപ്പോ കഴിഞ്ഞു നാളെ ഈ സമയത്ത് കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് മിണ്ടാണെന്നിരിക്കാം. അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിയിട്ടാണ്, കാശിന് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പടച്ചു വന്നത്. ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയത് ഞാൻ ഇത്രയും വന്നത്. ഞാൻ രാവിലെ എന്നോട് പറഞ്ഞു, എടാ ചിലപ്പോൾ വരാൻ പറ്റില്ല, പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, സിബി ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പങ്കെടുത്തേ പറ്റും എന്ന് തീരുമാനിച്ചിട്ടാ ഞാൻ. ഇപ്പോ അഖിൽമാരാറ്, സിബിൻ, ഇപ്പോ വക്കീലുണ്ട്, എല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി അല്ല നിങ്ങളെല്ലാവരും കൂടി തിരിഞ്ഞു ഈ പ്രശ്നത്തിന്റെ മുഖ്യ എതിരാളി എന്റെ മുർഷൈനാണോ ഏഷ്യാനെറ്റാണോ അല്ലെങ്കിൽ വ്യക്തികളാണോ? കമ്പനിയല്ല. കമ്പനിയെ നമ്മൾ എങ്ങനെ അതിനകത്ത് പറയാൻ പറ്റും? വ്യക്തികളാണ്. ഈ ഷോ അല്ല കുഴപ്പം. ഇപ്പൊ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ സിബിനെ, ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായം ഒരു പർട്ടിക്കുലർ വ്യക്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നടക്കണല്ലേ? ഒരു സംശയം ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ വ്യക്തികളുടെ പേര് പുറത്ത് പറയുന്നില്ല? ഇപ്പം അഖിലിന്റെ ആരോപണം, മാരാരുടെ ആരോപണമാണെങ്കിലും വ്യക്തികളുടെ പേര്, ഇത് ചെയ്ത ആൾക്കാരുടെ പേര് പറയുന്നില്ല. ഇപ്പൊ ഇതാണെങ്കിലും ആ ചെയ്ത മീൻസ് വോയിസ് മെസ്സേജ് അയച്ച ആളുടെ പേര് പറയുന്നില്ല. അത് ആക്ച്വലി പ്രേക്ഷകരിൽ ഒരു സംശയം ഉണ്ടാക്കുന്നില്ലേ? അല്ല, ആ ഒരു സംശയം വേണ്ട. കാര്യം ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെ പേര് വന്നു കഴിഞ്ഞു. അഖിലേഷിന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്ന ഇവരുടെ ആരുടെയും പേര് പറഞ്ഞില്ല എന്നതാണ്. പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ല. പെൺകുട്ടികളുടെ പേരല്ല, ആരാണ് വിളിച്ചത്, ആരാണ് ഓഫർ ചെയ്തത്. ഫിറോസ് ഒക്കെ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും വന്ന് പറഞ്ഞല്ലോ, അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവരതിന് വില്ലിംഗ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം കമ്പനിക്കെതിരെ വ്യക്തമായ ആ വ്യക്തികളുടെ പേര് പുറത്തു വന്നാലേ ഈ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എഫ്ഐആറിന്റെ കോപ്പി ഈ പരാതിയിലാണെങ്കിലും ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അന്വേഷണം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ആരാണ് നിങ്ങളൊരു അലിഗേഷൻ പറയുമ്പോൾ അത് കൃത്യമായി ആർക്കെതിരെയാണ്? അതാണ് പറയുന്നത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ആരാണ് ഇതിനെ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്, 3 ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം. അവിടുത്തെ എവിഡൻസ് റിക്കവർ ചെയ്യണം പോലീസിന്. അതിനുള്ള സാഹചര്യം ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാര്യം വെച്ചാൽ DGP കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പ്രേക്ഷകർ നോക്കുമ്പോൾ അവർക്ക് ഏഷ്യാനെറ്റിനെ അറിയാം, എന്റെ മോൾഷെ, ഈ 2 ചാനൽ അറിയാം. ഈ വ്യക്തികളുടെ ഫോട്ടോ അടക്കം പുറത്തു വന്ന് ഇവരാണ് ഇത് ചെയ്തത് എന്നറിഞ്ഞാലേ പ്രേക്ഷകർക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. 100% കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രിലിമിനറി സ്റ്റേജിലാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തത് കോടതിയിൽ എത്തും. എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാർ പ്രതിയാക്കപ്പെടും. അതിനകത്ത് എഫ്ഐആർ പുറത്തു വരും. നിങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ സാധിക്കും, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കൃത്യമായിട്ട് പോലീസാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾക്ക് നീതി കിട്ടുന്ന വിഷയം. കാരണം ബിഗ് ബോസിന് ഇതിനു മുമ്പ് 3-4 പരാതി കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ്, ഇത് കേരളമാണ്. എനിക്ക് ഇവിടെ അങ്ങനെ നടക്കൂല. എനിക്കത് 100% ഉറപ്പാണ്. അവിടെ നടക്കുമായിരിക്കും. ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇവിടെ ഇത് നടക്കൂല. ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് 100% ഒരു കാര്യം പറയാനുണ്ട്. ഉണ്ട്. നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കമിട്ട് അവരുടെ ഫോട്ടോ എല്ലാം വെളിപ്പെടുത്തിയിട്ട് ഒരു പ്രസ് മീറ്റും കൂടെ വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. ഈ FIR കൈ കിട്ടി കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ? അത് കഴിഞ്ഞ് വിളിക്കുന്നതായിരുന്നു നല്ലത് പ്രസ് മീറ്റ്. അല്ല, അത് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട്. കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം എന്ന് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അയാളുടെ പേര്. ഇവരെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത്രയും അല്ല, ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതെന്ന് വെച്ചാല് ഈ പറഞ്ഞ ഒരാള് എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള്, അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയില്ല. അയാള് ഞാൻ ആരാണെന്ന് പറയാം. ജീവ സെൽവ എന്നാണ് പേര്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത്. അതൊന്ന് എല്ലാവർക്കും ഇദ്ദേഹമാണ് എന്നെ ഫോളോ ചെയ്ത സ്റ്റാഫാണ് എന്നാണ്
ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു മുന്നേ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോൾ സൈഡിൽ ജോലി ചെയ്യുന്ന, അവരെല്ലാരും ഇയാളെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. അവസാനമായിട്ട് ചോദിക്കട്ടെ, ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നീതി എന്താണ്? അതായത് ഈ പരിപാടി തന്നെ നിർത്തലാക്കണം എന്നുള്ള രീതിയിലാണോ അതോ വ്യക്തികളെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണോ? ഒരിക്കലും ഇല്ല. പരിപാടി ഷോ നാളെ തുടങ്ങണം. ഷോയിൽ നാളെ നല്ല മത്സരാർത്ഥികൾ, വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം. അത് നിയമപരമായിട്ടും ഉണ്ടാവണം, ചാനലിന്റെ ഭാഗത്തും ഉണ്ടാവണം. അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു മധ്യസ്ഥന്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തു നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട്, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഖില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട. പിന്നെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല. കാര്യം അവർക്ക് ഒരു വലിയ ബ്രാൻഡ് വാല്യൂവിനെ ബാധിക്കും. ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഉടനെ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കും വിശ്വസിക്കുന്നൊക്കെ മണ്ടരുന്നല്ല ഞങ്ങൾ. കാര്യം അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണ വിധേയമാകും. അപ്പൊ അത് പെട്ടെന്നുണ്ടാവില്ല. പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നത് പറഞ്ഞു ഓക്കെ. പിന്നെ അതിൽ ഒരാളുടെ മകളുടെ കല്യാണമാണ്, ആ കുട്ടിയുടെ ഭാവിയും കൂടെ കരുതിയിട്ടെങ്കിലും ഓക്കെ. അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിന് ലഭിക്കണം. ഇനി ഇതൊക്കെ നമ്മൾ ഇനി പറഞ്ഞില്ല എന്ന് വെച്ചോ, നാളെയും ധാരാളം പേര് ഇതിന്റെ പിന്നാലെ കടന്നുകൊടുക്കുന്നുണ്ട്. നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ഇതിനൊരു അനുഭവം ഉണ്ടായേക്കാം. അതൊരു പക്ഷേ നമ്മളെല്ലാം സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം വന്നു, ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു. ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെടുക എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം. ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി, സുഖിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെ ആയിരിക്കും. ആരോപണത്തിനല്ല കേസ് കൊടുക്കുന്നത്, എനിക്കെതിരെ കേസൊന്നും അല്ല, സൈബറിൽ എല്ലാവർക്കും എതിരെ. അതായത് ഇങ്ങനെ ആരോപണം പിന്നീട് പല ഇന്റർവ്യൂസിൽ താങ്കൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ പോലും അഖിലിനെ ഇങ്ങനെ അന്നൊരു തിയേറ്റർ വെച്ചൊരു ഓഡിയോ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇങ്ങനെ നടന്നു എന്നാൽ സിറ്റി വന്ന പോലെ കേസ് കൊടുക്കാം. വേണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പീഡനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ അതിന് ധൈര്യമാണ് സമൂഹം കൊടുക്കുന്നത്. ഇനി കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഈ പരാതി ഇതൊരു തുടക്കമാണ്. ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ്. ഇത് കിട്ടാൻ, ഈ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമോ? പരാതി കൊടുത്തു, ആ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണിത ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന്റെ പിന്നിൽ, ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും വരണം, പുറത്തുനിന്ന് സംസാരിക്കണം. ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാരും മനസ്സിലാക്കണം. അതാണ് ഇതിലൂടെ എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് എന്റെ മാത്രം പ്രശ്നമല്ല. ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉണ്ട്. ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും, എങ്ങനെ ഭീഷണിയുണ്ട്? ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു. അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ്. കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി, എന്റെ അമ്മ ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നതല്ല കേട്ടോ, ആയിരിക്കാം, അത് ഞാൻ പറയുന്നില്ല.